ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻസ് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പാരാമീറ്റേഴ്സ് ഇല്ലാത്തൊരു ഫംഗ്ഷനാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷൻ്റെ അകത്തോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു വാല്യൂവും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷനാണ് എന്തോന്ന്, ആഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ഇൻറ്റിജർ വാല്യൂസ്. അപ്പോൾ ഇതിനെ ഞാൻ കോൾ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, രണ്ട് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം, രണ്ട് ഇൻറ്റിജർ ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. അപ്പോൾ ആദ്യം പാസ് ചെയ്യുന്ന നമ്പർ എവിടെ സ്റ്റോർ ആവും, എയുടെ സ്റ്റോർ ആവും. രണ്ടാമത് പാസ് ചെയ്യുന്ന നമ്പർ എവിടെയും സ്റ്റോർ ആവും, ബിയുടെ അകത്തും സ്റ്റോർ ആവും. അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് അതുപോലെ വർക്കാവും. ഇനി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് എന്ത് റിട്ടേൺ ചെയ്യുന്നു എന്നുള്ള ഒരു ഡേറ്റ ടൈപ്പാണ്. പിന്നെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ പേരാണ്. ഈ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ അതിനെ കോൾ ചെയ്യുന്നത്, പാരാന്തീസിസ് ഉൾപ്പെടെ. എന്നിട്ട് കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ എഴുതുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഒരു സിൻടാക്സ് എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതണം, ഫസ്റ്റ് ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, എന്നിട്ട് എന്താണ് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ്റെ ബോഡി. ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഈ കാൽക്കുലേറ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നേക്കുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു പോർഷൻ എന്തോന്നാണ്, നമ്മുടെ ഈ മെനു പ്രിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനായിട്ട് ഞാൻ എഴുതാൻ പോവുകയാണ്. വോയിഡ് മെനു എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്തുവാ ചെയ്യുന്നത്, ഒന്നുമില്ല, നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്ന കോഡിനെ എന്ത് ചെയ്താൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇനി എൻ്റെ മെയിൻ കോഡിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, മെനു എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ജസ്റ്റ് അതിൻ്റെ പേര് കൊടുത്താൽ മതി. ഇനി എനിക്ക് റെപ്പറ്റീഷനായിട്ട് സംഭവിക്കാൻ പോകുന്ന പ്രോസസ്സ് എന്താണ്, അതായത് കേസ് 1ൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, അഡിഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അഡിഷൻ എന്നും പറഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഫംഗ്ഷൻസിൻ്റെ അകത്തായിട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്തോ പാരാമീറ്റേഴ്സ് ഒന്നും വേണ്ട. അഡിഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത്രയും ലൈൻ ഓഫ് കോഡല്ലേ അഡിഷൻ്റെ ഉണ്ടായിരുന്നത്, അതിനെ ഇത്രയും കൂടി കോപ്പി ചെയ്ത് എവിടെ കൊണ്ടിടും, അഡിഷൻ്റെ അകത്തിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്പർ 1 ചോദിക്കും, നമ്പർ 2 ചോദിക്കും, അതിനെ ഓപ്പറേഷൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊന്നും ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും, ഇൻറ്റ് num1 num2 സം എന്ന് പറയുന്നത് കൊടുത്തു. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ മെനുവിൻ്റെ അകത്ത് ഇത് കേസ് 1ൻ്റെ അകത്ത് എന്ത് ചെയ്താൽ മതി, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്താൽ മതി. ഇത് വർക്കിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു തവണ റൺ ചെയ്ത് തരാം. ഇങ്ങനെ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള വഴിയല്ല, പ്രോപ്പറാണ്, പക്ഷേ എന്താണ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നോക്കൂ, നമ്മൾ മാറ്റിയിട്ടും മെനു എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ടും എന്ത് കിട്ടി എനിക്ക്, മെനു എന്ന് പറയുന്ന മെനുവിനെ അതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ചോദിക്കുന്നു, ഞാൻ എന്താ കൊടുത്തു, 2 എന്ന് കൊടുത്തു. ഫസ്റ്റ് 2 അല്ലല്ലോ, നമുക്ക് ഫസ്റ്റ് ആണ് കൊടുക്കാനുള്ളത് അല്ലേ. അതിനിപ്പോൾ തൽക്കാലം കിടക്കട്ടെ. 2ഉം 1ഉം കൊടുത്തു. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ കിട്ടി, 1 എന്ന് കിട്ടി. ഞാൻ 1 അഡിഷൻ കൊടുത്തു, ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്തു, സം എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. യു സി സ്റ്റിൽ എല്ലാം വർക്കിംഗ് ആണ് ആസ് എക്സ്പെക്റ്റഡ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ടുള്ള രീതിയിൽ ഈ ഒരു അഡിഷനെ മാറ്റാം. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇത്ര എൻ്റർ യു ഫസ്റ്റ് നമ്പർ, എൻ്റർ യു സെക്കൻഡ് നമ്പറിനെ ഞാൻ കോപ്പി ചെയ്തു മെനുവിൻ ഓപ്ഷന് ശേഷമാക്കി. ഓക്കെ. ഇഫ് എന്താണ്, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്പർ ചോദിക്കാവൂ അല്ലേ. അതല്ലേ നമ്മുടെ നേരത്തെ ഒരു കണ്ടീഷൻ. അതായത് ഓപ്ഷൻ 5 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്വിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കിട്ടി. ഇനി എൻ്റെ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ എങ്ങനെ മാറ്റും, രണ്ട് ഇൻറ്റിജേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യും, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്ത് റിട്ടേൺ ചെയ്യും, റിട്ടേൺ എ പ്ലസ് ബി ചെയ്യും. ഒരു ഇൻറ്റിജർ വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യണം. അപ്പോൾ എൻ്റെ വോയിഡ് മാറ്റിയിട്ട് ഞാൻ എന്താക്കും, ഇൻറ്റ് എന്നാക്കും. ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്താണ്, ഇൻറ്റ് എന്നാക്കി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആഡ് എന്ന് പറയുന്ന ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കേസ് 1ൻ്റെ അകത്ത് എന്തെഴുതി, ഞാൻ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എഴുതി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എറർ വന്നേക്കുന്ന എന്താണ്, 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം അല്ലേ. ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് 2 ആർഗ്യുമെൻറ്റ്സിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പോകുന്നു, നമ്മുടെ നമ്പേഴ്സിനെ, num1നെയും num2നെയും. ഓക്കെ. num1നെയും num2നെയും ഞാൻ പാസ് ചെയ്തു. num1നെയും num2നെയും പാസ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, ഇതിൻ്റെ അകത്ത് 5 എന്ന് പറയുന്ന നമ്പർ 5ഉം 6ഉം ആണെന്ന് വെച്ചോ. 5 എയുടെ അകത്ത് വരും, 6 എന്ന് പറയുന്ന ബീൻ്റെ അകത്ത് വരും. 5 + 6 എന്താണ്, 11 ആണ്. ആ 11 എന്ന് പറയുന്ന വാല്യൂവിനെ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അവിടേക്ക് റിട്ടേൺ ചെയ്യും. അതായത് ഇവിടെ റിട്ടേൺ ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് പക്ഷേ ആൻസർ കാണാൻ പറ്റുമോ, ഇല്ല. കാരണം ആൻസർ കൺസോളിൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഒരു വേരിയബിളിൻ്റെ അകത്തോട്ട് അസൈൻ ചെയ്യാം. അതായത്
സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ആയി വരുന്ന വാല്യൂ എത്രയാണ്? 11. അത് എവിടെ സ്റ്റോർ ആവും? സമ്മിൻ്റെ അകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് അടുത്ത ലൈനിൽ എനിക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് സം ഓഫ് ഈ രണ്ട് നമ്പർ എന്ന് പറയുന്നത് സം എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഡയറക്റ്റ് പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി കോമ നമ്മുടെ ഫംഗ്ഷൻ ഇല്ലേ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ, അതിനെ ഇവിടെ ഡയറക്റ്റ് വിളിക്കാം. ഇങ്ങനെ ചെയ്താലും കറക്റ്റാണ്, ഇങ്ങനെ ചെയ്താലും കറക്റ്റാണ്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ഫംഗ്ഷൻ ഇൻ പ്രിന്റ് എന്നും പറഞ്ഞു കൊടുക്കാം. ഈസ്. ഇപ്പോൾ നോക്കിക്കോ, നമ്മുടെ ഓപ്ഷൻ നമ്മുടെ അടുത്ത സാധാരണ രീതിയിലെല്ലാം വർക്ക് ആവുന്നുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന അഡീഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്ത് ചോദിക്കുന്നു? ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എൻ്റെ ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയൊക്കെ കിട്ടി? ഡയറക്റ്റ് ഫംഗ്ഷൻ ഇൻ പ്രിന്റ് ഈസ് 10. ദ സം ഓഫ് 5 and 5 is 10. ഇത് രണ്ടും രണ്ട് രീതിയിൽ ഞാൻ ചെയ്തേക്കുന്നതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർലി വർക്കിംഗ് ആണ്. ഇതിപ്പോൾ 5 എടുത്ത് എക്സിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ യൂസിങ് മൈ കാൽക്കുലേറ്റർ. അപ്പോൾ നോക്കൂ, നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂവിനെ ഡയറക്റ്റ് പ്രിന്റ് ഓഫിൻ്റെ അകത്തോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വരുന്ന വാല്യൂവിനെ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിളിനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ കോഡ് ഇവിടെ കണ്ടോ, ഇത്രയും ചെറുതായി. ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി ഇവിടെ ഇത് വീണ്ടും ഈ എൻ്റർ യു ഫസ്റ്റ് നമ്പർ, എൻ്റർ യു സെക്കൻഡ് നമ്പർ ചോദിക്കണം, വേണ്ട. അപ്പോൾ കോഡ് അവിടെ നിന്ന് അത്രയും റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ അകം ചെറുതായിക്കൊണ്ട് പോകുന്നു. num1 num2 വേണ്ട. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ അഡീഷൻ്റെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ആരെ വേണം? മൾട്ടിപ്ലിക്കേഷൻ്റെ വേണം. ഇൻഡ് മൾട്ടിപ്ലൈ, സെയിം സംഭവം തന്നെ. രണ്ട് വേരിയബിളിനെ വാങ്ങുക, എങ്ങോട്ട് പാസ് ചെയ്യുക? എയിലോട്ടും ബിയിലോട്ടും പാസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ മാറും? മൾട്ടിപ്ലൈഡ് അത് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുക, രണ്ട് വാല്യൂസ് പാസ് ചെയ്യുക, അത് ഇവിടെ വന്ന് സ്റ്റോർ ആവും. റിട്ടേൺ അല്ലേ കൊടുത്തേക്കുന്നത്, റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ ഇൻഡ് ഡിവൈഡ്, ഇൻഡ് സബ്ട്രാക്ട്. ഓക്കെ, സബ്ട്രാക്ട് ഇൻഡ് ഡിവൈഡ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ num1 num2 വാല്യൂ പാസ് ചെയ്തു. മൾട്ടിപ്ലൈ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പാസ് ചെയ്തു. ഡിഫറൻസിൻ്റെ അകത്തോട്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് എന്തായി? ഫങ്ഷൻസ് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ കോഡിനെ എന്താക്കി? കുറച്ചുകൂടി ചെറുതാക്കി, പ്രോപ്പർലി ഓർഗനൈസ്ഡ് എന്ന് പറയുന്ന രീതിയിലോട്ട് മാറ്റി. ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ ഈ കോഡിൻ്റെ ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ മാറി നോക്കുക. നമ്മൾ ഫസ്റ്റ് എന്താണ് എഴുതുന്ന? ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡർ ഫയൽസിനെയാണ് ആദ്യത്തെ രണ്ട് ലൈൻ ആദ്യം എഴുതുന്നത്. ഓക്കെ, ഏറ്റവും ബിഗിനിങ്ങിൽ എഴുതുന്നത് എന്താണ്? ഈ ഹെഡർ ഫയൽ അല്ലെങ്കിൽ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിനെ. രണ്ടാമത് എന്തോ ഞാൻ എഴുതിയിരിക്കുന്നത്? യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് എന്ത് എഴുതി തുടങ്ങിയത്? എൻ്റെ മെയിൻ ഫംഗ്ഷനെ എഴുതി തുടങ്ങി. അപ്പോൾ ഇത് ഇത്രയും എന്താണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെയാണ് എഴുതുന്നത്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെയൊക്കെ എഴുതുന്ന ഏരിയ എവിടെയാണ്? മെയിനിന് പുറത്ത്, തൊട്ട് പുറത്തായിട്ട് ഇവിടെ ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ആണ് നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് എഴുതുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? റിട്ടേൺ 0 അടിച്ച് പുറത്തിറങ്ങുന്നത് വരെ. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന, റിട്ടേൺ ടൈപ്പ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്യുകയോ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആ വാല്യൂ ആ ഒരു ലൈൻ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പോകും, ഒരിടത്തും സ്റ്റോർ ആവുന്നില്ല അത്. അപ്പോൾ റിട്ടേൺ ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.